നമ്മൾ തൃശ്ശൂർ പാലിയേക്കരയിലേക്ക് ഒന്ന് പോകുന്നു. തൃശ്ശൂർ പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും എന്നതാണ് വാർത്ത. മുരിങ്ങൂരിലെ സർവീസ് റോഡിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് വിലക്ക് നീട്ടിയത്. ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവിടാനിരുന്നതാണ്. അപ്പോൾ ഈ മുരിങ്ങൂർ റോഡിന്റെ അവസ്ഥ അറിഞ്ഞ ശേഷം നമുക്ക് അതുകൂടെ പൂർത്തിയാക്കിയിട്ട് പോവാം, എന്നിട്ട് നമുക്കാവാം ബാക്കി കാര്യം എന്ന നിലപാട് സ്വീകരിക്കുകയാണ് കോടതി. കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മറ്റന്നാൾ വിഷയം പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അമൽ സുരേന്ദ്രൻ ചേരുന്നു, പാലിയേക്കരയിലാണ്. അമൽ, വീണ്ടും പൂർവാധികം ശക്തിയോടെ വർദ്ധിത വീര്യത്തോടെ ഇനി പിരിക്കാം. ഇപ്പോൾ ഇത്രനാളും കുറേ നാൾ പിരിക്കാതിരുന്നതല്ലേ, അപ്പോൾ വീണ്ടും പിരിച്ചു കളയാം എന്ന മട്ടിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നതാണ്. അപ്പോഴാണ് കോടതിയിൽ നിന്ന് പറയുന്നത് തൽക്കാലം പിരിക്കണ്ട എന്ന് പറയുന്നത്. എന്താണ് അവിടുത്തെ കാഴ്ച? ഹാഷ്മി, ഇന്ന് ഈ ഒരു പാലിയേക്കരയിൽ ഒരു മാസത്തിൽ അധികമായിട്ട് ഈ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. ആ വിധിയെ ഇന്ന് ഒരു പക്ഷേ ടോൾ പിരിവ് പുനരാരംഭിക്കുവാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് പല കോണുകളിൽ നിന്നും ഒരു അഭ്യൂഹം പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായിട്ടൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ ടോൾ പിരിവ് പുനരാരംഭിക്കില്ല, അത് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയിലാണ് മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകരുന്ന മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ഇപ്പോൾ ഈ ഒരു ടോൾ പിരിവ് പുനരാരംഭിക്കില്ല എന്നും അത് തടഞ്ഞ നടപടി നീട്ടുന്നു എന്നൊരു വിധി പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിരന്തരം ഇടപെടുന്ന ഒരാളാണ് ഷാജി കോടങ്കണ്ടത്ത്. ഇദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തടഞ്ഞ വിധി, ഈ ടോൾ പിരിവ് തടഞ്ഞതിന് ഇപ്പോൾ അത് നീട്ടിയിരിക്കുകയാണ്. കോടതി ഇന്ന് അസന്നിഗ്ധമായ ഒരു കാര്യം പറഞ്ഞു. ജനങ്ങളുടെയും കോടതിയുടെയും കണ്ണിൽ പൊടിയിടുന്ന തട്ടിക്കൂട്ട് പണികൊണ്ട് ഈ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കോടതി ജനങ്ങളിലേക്കും യാത്രക്കാരും കൂടെയാണ്. ഈ കഴിഞ്ഞ ദിവസം മുരിങ്ങൂരുണ്ടായത് ഒരു അഗാധ ഗർത്തമാണ്. സർവീസ് റോഡ് അത് വളരെ വീതി കുറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഈ ഗർത്തം ഉണ്ടായിട്ടുള്ളത്. ടന്നേജുള്ള വലിയ വണ്ടികളാണ് പോകണം. മനുഷ്യജീവന് അപകടമുണ്ടാവാം. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് ഈ VUPകളുടെ പണി നടക്കുന്നത്. അത് തന്നെയല്ല ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും രീതിയിൽ കലക്ടറെയോ അതുപോലെ തന്നെ ടെക്നിക്കൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് ആരംഭിക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് 50% ടോൾ പിരിക്കാൻ അർഹതയുള്ളൂ. എന്തായാലും 4 വെഹിക്കിളർ അണ്ടർപാസിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ ഇത്രയും ബ്ലോക്കാണ്. നമ്മൾ പകുതി ദൂരം സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. കൊരട്ടി 5ാമത്തെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ കാശ് കൊടുത്ത് എന്തിനാണ് ഈ ബ്ലോക്കിൽ എന്ന് പറഞ്ഞത്? അപ്പോൾ ഒരു കാര്യം സംശയമാണ്, ഇവർക്ക് 50% അർഹതയുള്ളൂ. ആ 50% ഇവർ പിരിക്കാൻ മാത്രമേ അർഹതയുള്ളൂ. അത് തന്നെയല്ല, വെഹിക്കിളർ അണ്ടർപാസിൻ്റെ പണി കൃത്യമായിട്ട് നടക്കില്ലേ, അത് പൂർത്തീകരിച്ചിട്ട് അവർ പിരിക്കട്ടെ. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി കോടതിയെ അറിയിച്ചത് പണി നടത്തുന്ന പൂർത്തിയായി അതിനുശേഷമാണ് ഈ ഒരു നടപടി നടക്കുന്നതെന്നാണ് കളക്ടർ അറിയിച്ചത്. അപ്പോൾ കളക്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയാണോ ഉണ്ടായത്? അല്ലല്ല, ഒരിക്കലുമല്ല. കളക്ടർ പറഞ്ഞത് അവർ റോഡ് പണിതിട്ടുണ്ട്, അതിന് കൃത്യമായ മോണിറ്ററിംഗ് വേണമെന്ന് പറഞ്ഞു. ശാസ്ത്രീയമായിട്ടല്ല ഈ സർവീസ് റോഡ് പണിതിട്ടുള്ളത്, അത് BMBC അല്ല ചെയ്തിട്ടുള്ളത്. അതൊക്കെ കളക്ടർ പറഞ്ഞു. ഇത് സ്ഥിരമായ മോണിറ്ററിംഗ് വേണം. താൽക്കാലികമായ ഒരു പരിഹാരമാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്. താൽക്കാലികമായ പരിഹാരമായിട്ടൊന്നുമല്ലോ കളക്ടർ പറഞ്ഞത്. പക്ഷെ അതിനുശേഷമാണ് ഈ ദുരിതമുണ്ടായത്, ഈ കുഴിയുണ്ടായത്, വലിയ ഗർത്തമുണ്ടായത്. അത് എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം ഈ VUPകളുടെ പണി നടത്താൻ. അതൊന്നുമില്ല. കുറച്ച് ബംഗാളികളെ വെച്ചിട്ട് ഇവർ ശാസ്ത്രീയമല്ലാതെയാണ് പണി നടത്തുന്നത്. ഇവർ തട്ടിക്കൂട്ട് പണി നടത്തി എങ്ങനെയെങ്കിലും ടോള് പിരിക്കാം എന്നുള്ള ശ്രമമാണ്. അതാണ് കോടതി തടയിട്ടത്. ഷാജി കോടങ്കണ്ടത്ത് എന്ന് പറഞ്ഞ പരാതിക്കാരനാണ്. ഈ പറഞ്ഞ സ്വന്തം കീസയിൽ നിന്ന് പൈസ എടുത്ത് കോടതിയിലേക്ക് പോയി ജനത്തിന് വേണ്ടി വാദിച്ച മനുഷ്യനാണ്. പുലിയാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും പാർട്ടികളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന പാലിയേക്കരയിലെ ടോൾ വിലക്ക്. എന്തായാലും ഷാജി കോടങ്കണ്ടത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അതുകൂടി നേരത്തെ അമൽ സുരേന്ദ്രൻ ഷാജിയുടെ പറഞ്ഞ പോലെ ഒരു കാര്യം കോടതി കൃത്യമായി പറയുന്നുണ്ട്, എന്ന് പരോക്ഷമായി പറയുന്നുണ്ട്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കില്ലേ, അതിൻ്റെ മുകളിൽ കൊണ്ട് ബട്ടർ വെക്കുന്ന പോലെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഈ പറയുന്ന റോഡിൽ ടോൾ പിരിക്കാൻ വേണ്ടി മാത്രം ടാർ ചെയ്ത് ജനത്തെ പറ്റിക്കാൻ നോക്കണ്ട. അങ്ങനെ പറ്റിച്ചാൽ റോഡ് പിന്നെയും ഇടിയും. അങ്ങനെ ഇടിഞ്ഞാൽ ഷാജി കോടങ്കണ്ടത്ത് വീണ്ടും കോടതിയിലേക്ക് പോകും. വീണ്ടും കോടതിയിലേക്ക് പോയാൽ പിന്നെയും വരും ദിവസങ്ങൾ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചാലും ആ ടോൾ പിരിവ് കോടതി തടയിടും എന്ന കാര്യം കൂടി ഇന്നത്തെ കോടതിയുടെ നിലപാടിൽ നിന്ന് വ്യക്തമാണ്. ഷാജി കോടങ്കണ്ടത്തിന് ഒരിക്കൽ കൂടി സല്യൂട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.